ഓർമ്മകളിലേക്ക് നടന്നുപോയെങ്കിലും ഇന്നും കാലം മൂളി നടക്കുന്ന ഒരു ഈണമാണ് മുഹമ്മദ് റഫി. പാട്ടുപെട്ടിക്കുള്ളിൽ നിന്നൊഴുകി വന്ന് കേൾവിയെ കവർന്നെടുത്ത് പിന്നെ അവിടെ നിന്നൊഴുകി ഹൃദയങ്ങളിലേക്കെത്തി കാലാതീതമായി കുടിയിരിക്കുന്ന ഒരീണം. കാലം എത്ര കടന്നുപോയാലും മുഹമ്മദ് റഫിയെ ഓരോ ഇന്ത്യക്കാരനും മറക്കില്ല. അനശ്വരനായ ആ ദേവഗായകൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് 43 വർഷം പിന്നിടുകയാണ്. കണ്ണൂർ സംഗീത കൂട്ടായ്മയ്ക്ക് വേണ്ടി മുഹമ്മദ് റഫിയുടെ ഓർമ്മദിനത്തിൽ गुरेनी हेरेनी तेरी याद ने आना सताया, तेरी याद ने आना सताया. गुरेनी ഒരു വർഷത്തിന് ശേഷം ശ്യാം സുന്ദറിന്റെ തന്നെ സംഗീത സംവിധാനത്തിൽ ഗാവ് കി ഗോരി എന്ന സിനിമയിൽ അജി ദിൽ ഹോ തോ കാബൂ മേ തോ ദിൽദാർ ഐസി തേസി എന്ന ഗാനം ആലപിച്ചു. ആ ഗാനത്തിലൂടെ ഹിന്ദി സിനിമാ പിന്നണി ഗാന രംഗത്തേക്ക് അദ്ദേഹം കയറിച്ചെന്നു.
अरे दिल हो काबू में दिल അക്കാലത്ത് റഫി അന്നത്തെ പ്രശസ്ത സംഗീതകാരനായ നൌഷാദുമായി കണ്ടുമുട്ടി. തുടക്കത്തിൽ അദ്ദേഹം റഫിക്ക് കോറസ് പാടാനാണ് അവസരം നൽകിയത്. നൌഷാദ് അതിനുശേഷം 1946 റഫിയുടെ ശബ്ദത്തിൽ അൻമോൽ ഘടി എന്ന ചിത്രത്തിൽ തേരാ ഖിലോന ടൂട്ട ബാലക് തേരാ ഖിലോന ടൂട്ട എന്ന ഗാനം റെക്കോർഡ് ചെയ്യിച്ചു. 1947 ജുഗ്നു എന്ന ചിത്രത്തിൽ ഫിറോസ് നിസാമി പ്രശസ്ത ഗായിക നൂർജഹാന്റെ നിർബന്ധത്തിന് വഴങ്ങി അവരുടെ കൂടെ അനശ്വര യുഗ്മഗാനം പാടാൻ റഫിയോട് ആവശ്യപ്പെട്ടു. യഹാ ബദല വഫാക്ക ബേവഫായി കെ സിവ ക്യാ ഹെ എന്ന മനോഹര ഗാനം നാട് മുഴുക്കെ വിപ്ലവം സൃഷ്ടിച്ചു. यहाँ बदला वफा का बेवफाई के सिवा क्या है, यहाँ बदला वफा का बेवफाई के सिवा क्या है. റഫിക്ക് ആരംഭകാല വിജയങ്ങൾ ഉണ്ടായിട്ടും നൌഷാദ് സിനിമയിലെ നായകന്മാർക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം കൊടുക്കാൻ മടിച്ചു നിന്നു. മേള എന്ന ചിത്രത്തിൽ കേവലം ശീർഷക ഗാനം മാത്രമാണ് റഫിക്ക് ലഭിച്ചത്. യേ ജിന്ദഗി കെ മേലെ എന്ന ഗാനമാണ് ആ ചിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്ന ഗാനം. ഈ ഗാനം റഫിയുടെ അനശ്വര ഗാനങ്ങളിൽ മാത്രമല്ല, സിനിമാ സംഗീത ചരിത്രത്തിലെ തന്നെ ജനപ്രിയ ഗാനങ്ങളിലൊന്നുമാണ്. जिंदगी के मेले ये जिंदगी के मेले ये जिंदगी के मेले ये जिंदगी के मेले, दुनिया में कम न होंगे अफसोस हम न होंगे, दुनिया में कम न होंगे अफसोस हम न होंगे, ये जिंदगी के मेले ये जिंदगी के मेले. ഇതിനിടെ റഫി സംഗീതജ്ഞന്മാരുടെ ആദ്യ ജോഡിയായ ഹുസൻലാൽ ഭഗത്റാമുമായി സൗഹൃദത്തിലായി. ഈ ജോഡികൾ അവരുടെ പ്രാരംഭകാല സിനിമകളായ പ്യാർ കി ജീത്, ബഡി ബഹൻ, മീന ബസാർ എന്നിവയിൽ റഫിയുടെ ശബ്ദം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി. റഫിയുടെ ശബ്ദം ശ്യാംകുമാറിന് ഫിറ്റായിരുന്നു. അതിനുശേഷം നൌഷാദിനും ദില്ലഗിയിൽ നായകവേഷം ചെയ്യുന്ന ശ്യാംകുമാറിന് വേണ്ടി റഫിയുടെ ശബ്ദം തന്നെ ഉപയോഗിക്കേണ്ടി വന്നു. ദില്ലഗിയിലെ തേരെ കുച്ചേമ്മേ ചേർന്ന് ഗാനാലാപന ലോകത്ത് പുതിയ കയ്യൊപ്പ് ചാർത്തി തുടങ്ങുന്ന സമയത്താണ് ഇന്ത്യ വിഭജനം നടക്കുന്നത്. തന്റെ സംഗീതവും ബോംബെയുടെ പാട്ടിന്റെ മണമുള്ള മണ്ണും വിട്ട് പാകിസ്ഥാനിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറായില്ല. ആ കാലയളവിൽ ദോ ഭായി എന്ന ചിത്രത്തിൽ എസ് ഡി ബർമന്റെ സംഗീത സംവിധാനത്തിൽ ദുനിയ മേരെ ആജ് അന്ധേര ഹി അന്ധേര എന്ന ഗാനം റഫി വിഷാദാത്മകമായി പാടി. അതേ വർഷം സാജൻ എന്ന ചിത്രത്തിൽ സി രാമചന്ദ്രയുടെ സംഗീത സംവിധാനത്തിൽ ഹംകോ തുമാരാ ഹി ആസര, ഓ ബാബു, ഗലി മേ തേരി ചാന്ദ് ചംക എന്നീ ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ ഗാനരീതി കൊണ്ട് ജനപ്രീതിയുടെ ഉയരങ്ങൾ കീഴടക്കി. 1948 ഷഹീദിൽ അദ്ദേഹം പാടിയ ദേശഭക്തി ഗാനമായ വതൻ കി രാഹമേ വതൻ കി നൗജവാൻ ആർക്കാണ് മറക്കാൻ കഴിയുക. ഈ ഗാനത്തിന്റെ സഹായത്താലാണ് സത്യമായും വിജയത്തിന്റെ പടവുകൾ കയറിയതെന്നാണ് റഫി കരുതുന്നത്. वतन के नौजवान शहीद हो, वतन की राह में वतन के नौजवान शहीद हो, पुकारते हैं ये जमीन आसमां शहीद हो, पुकारते हैं ये जमीन आसमां शहीद हो.
वतन की राह में वतन के नौजवान शहीद हो, वतन की राह में वतन के नौजवान शहीद। 1948 ജനുവരി 30 ഇന്ത്യയൊട്ടാകെ ദുഃഖത്തിൽ അലിഞ്ഞു നിന്ന സമയം. രാജപിതാവ് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട ദിനം. ഉള്ളിൽ ദുഃഖമുണ്ടെങ്കിലും അതെല്ലാം മനസ്സിൽ ഒതുക്കി വെച്ച് നടക്കുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. രാജ്യമൊന്നാകെ ശോകമുഖമായ ഈ അന്തരീക്ഷത്തിലാണ് അനുശോചനം നടക്കുന്നത്. രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് അടക്കമുള്ളവരുണ്ട് വീട്ടിൽ. ഈ സമയത്താണ് ഹസൻലാൽ ഭഗത് റാം, രാജേന്ദ്ര കിഷൻ എന്നിവർ ബാപ്പുജിയുടെ വേർപാടിൽ മനം നൊന്ത് തയ്യാറാക്കിയ വരികളുമായി 24-കാരനായ ഗായകൻ വരുന്നത്. സുനോ സുനോ ഓ ദുനിയാ വാലെ ബാപ്പുജി കി അമർ കഹാനി. ഗാന്ധിജിയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ കോർത്തിണക്കി ചിട്ടപ്പെടുത്തിയ ഈ ഗാനം അതിന്റെ എല്ലാ ദുഃഖഭാവങ്ങളും കേൾവിക്കാരനിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ആ ഗായകൻ ആലപിച്ചപ്പോൾ ഇന്ത്യയുടെ എക്കാലത്തെയും കരുത്തുറ്റ പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജവഹർലാൽ നെഹ്റുവിന്റെയും നിയന്ത്രണം വിട്ടു. സങ്കടം സഹിക്കാനാവാതെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് തന്നെ ആ ഗായകനെ തന്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നെഹ്റു കെട്ടിപ്പിടിച്ചു കരഞ്ഞുവത്രേ. തന്റെ ആലാപനം കൊണ്ട് दुनिया तो പിന്നീട് കാലത്തെ കൊതിപ്പിച്ച ഗാനങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. കേൾവിക്കാരന്റെ വികാരമായി മാറിയിരുന്നു ആദ്യ കുറച്ച് ഗാനങ്ങളിലൂടെ തന്നെ അദ്ദേഹം. നായകന്റെ ഭ്രാന്തമായ പ്രണയ ചിന്തകളും കടലാഴമുള്ള നൊമ്പരങ്ങളുമെല്ലാം റഫിയുടെ സ്വരമില്ലായിരുന്നെങ്കിൽ അപൂർണമായേനെ. ശാസ്ത്രീയ സംഗീതത്തിന് പ്രാധാന്യം നൽകി ഭരത് വ്യാസ് രചന നിർവഹിച്ച് ആദിനാരായൺ റാവു സംഗീതം നിർവഹിച്ച 1959 പുറത്തിറങ്ങിയ സുവർണ സുന്ദരി എന്ന ചിത്രത്തിലെ കുഹു കുഹു ബോലെ കോയലിയ എന്ന ഗാനം റഫിയും ലതാ മങ്കേഷ്കറും ചേർന്ന് മനോഹരമാക്കി. നായകന്മാർക്ക് വേണ്ടി മാത്രമല്ല മറ്റു നടന്മാർക്ക് വേണ്ടി പാടുന്നതിനും റഫി ഒരു മടിയും കാണിച്ചിരുന്നില്ല.
ഹിന്ദി സിനിമയിൽ പഴയകാലത്തെ ഏറ്റവും മികച്ച ഹാസ്യതാരമായിരുന്ന ജോണി വാക്കർക്കു വേണ്ടി അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ച് ഹിറ്റാക്കിയിട്ടുണ്ട്. 1957 പ്യാസ എന്ന ചിത്രത്തിൽ സർജോ തെരാ ചക്രായെ എന്ന് തുടങ്ങുന്ന ഗാനം ജനഹൃദയങ്ങൾ ഏറ്റുവാങ്ങിയ ഗാനമായിരുന്നു. സാഹിർ ലുധിയാൻവി എഴുതി SD ബർമൻ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനമായിരുന്നു അത്. आजा प्यारे पास बना देता है അതുപോലെ തന്നെ ഗീതാദത്തുമായി ചേർന്ന് ആലപിച്ച മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബച്പൻ എന്ന ചിത്രത്തിലെ ജാനെ കഹാ മേരാ ജിഗർ ഗയാ ജി എന്ന ഗാനവും സുന്ദരമായിരുന്നു. गया जी സംഗീത സംവിധായകൻ രവി ഇണം നൽകി ഷക്കീൽ ബദായിനെ രചിച്ച് 1960 പുറത്തിറങ്ങിയ ചാന്ദ്വി കാ ചാന്ദ് എന്ന ചിത്രത്തിൽ ചാന്ദ് അഭി ന ജാവോ ഛോഡ്കർ സസുരാൽ എന്ന ചിത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് മഹാരാഷ്ട്രയിൽ എന്ന ചിത്രത്തിനു വേണ്ടി സാഹിർ ലുധിയാൻവി എഴുതി റോഷൻ സംഗീത സംവിധാനം നിർവഹിച്ച ജോ വാദാ കിയാ വോ നിഭാനാ പടേഗ എന്ന ഗാനവും ആരാധകർ ഹൃദയത്തിൽ സൂക്ഷിച്ചതാണ്.
1964 എസ് ബിഹാരി രചിച്ച് ഒ നയ്യാറിന്റെ ഈണത്തിൽ കശ്മീർ കി കലി എന്ന ചിത്രത്തിന്റെ മേരെ സനം എന്ന ചിത്രത്തിൽ പുക്കാർത്ത ചലാഹുമേ എന്ന ഗാനവും സാഹിർ ലുധിയാൻവിയുടെ വരികളിൽ രവി സംഗീതം നിർവഹിച്ച കാജൽ എന്ന ചിത്രത്തിലെ ചൂ ലേനെ ദോ നാസുക്ക് ഹോട്ടോ കോ എന്ന വിഷാദാർദ്ര ഗാനവും അതിമനോഹരമാണ്. ലക്ഷ്മികാന്ത് പ്യാരേലാൽ സംഗീത സംവിധാനം നിർവഹിച്ച 1966 സൂരജ് എന്ന ചിത്രത്തിനു വേണ്ടി ഹസ്രത് ജയ്പുരിയുടെ വരികൾക്ക് ജയ് കിഷൻ എന്ന ഗാനം റഫിയുടെ ഏറ്റവും മികച്ച ഗാനങ്ങളിലൊന്നാണ്. ആയിരത്തി 1968 പുറത്തിറങ്ങിയ ഇസ്സത്ത് എന്ന ചിത്രത്തിലെ യേ ദിൽ തും ബിൻ കഹി ലഗ്താ നഹി ഹം ക്യാ കരേ എന്ന ഗാനം സാഹിർ ലുധിയാൻവിയുടെ രചനയിൽ ലക്ഷ്മികാന്ത് പ്യാരേലാലിന്റെ आँखों के सिवा സീന സുൽഫോ വാലി ജാനെ കഹാ എന്ന ഗാനം മുഹമ്മദ് റഫി അതിസുന്ദരമായാണ് ആലപിച്ചിരിക്കുന്നത്.
1967 സംഗീത രംഗത്തെ മികച്ച സംഭാവനയ്ക്ക് ഭാരത സർക്കാർ മുഹമ്മദ് റഫിക്ക് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. 1970കളുടെ തുടക്കത്തിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ പരാജയപ്പെടുകയും ഗാനങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്തത് ആനന്ദ് ബക്ഷിയുടെ വരികൾക്ക് കിസി സേ കം നഹി എന്ന 1977 പുറത്തിറങ്ങിയ ചിത്രത്തിനു വേണ്ടി മജ്രു സുൽത്താൻപുരി എഴുതി ആർ.ഡി. ബർമൻ ഈണം നൽകിയ ഗാനം തന്നെ അദ്ദേഹത്തിന് പാടാനായി ഒരുക്കി. ആയിഷ് കാമ രചിച്ച് ജിതിൻ ശ്യാം സംഗീതം നിർവഹിച്ച ശബാബിലേക്ക് എന്ന ഗാനം റഫി തന്റെ മനോഹര ശബ്ദത്തിൽ സുന്ദരമാക്കി. ജൂലൈ 31 സാധാരണയായി റെക്കോർഡിംഗ് സ്റ്റുഡിയോവിൽ നിന്ന് അവസാനം മാത്രം പോകാറുള്ള റഫി അന്ന് പ്രത്യേകം അനുവാദം വാങ്ങി നേരത്തെ വീട്ടിലേക്ക് മടങ്ങി. ആസ്പാസ് എന്ന ചിത്രത്തിനു വേണ്ടി ആനന്ദ് ബക്ഷി രചിച്ച് ലക്ഷ്മികാന്ത് പ്യാരലാൽ സംഗീതം നിർവഹിച്ച തൂ കഹി ആസ്പാസ് ഹെ ദോസ്ത് ശ്യാം ഫിർ ക്യൂ ഉദാസ് ഹെ ദോസ്ത് എന്ന ഗാനമായിരുന്നു അന്ന് റെക്കോർഡ് ചെയ്തത്. അതെ, അന്നത്തെ സന്ധ്യ വിഷാദത്തിലായിരുന്നു. സ്റ്റുഡിയോ വിട്ട് മണിക്കൂറുകൾക്കകം രാത്രിയോടെ ഹൃദയസ്തംഭനം മൂലം തന്റെ 55-ാം വയസ്സിൽ മുഹമ്മദ് റഫി എന്ന അനശ്വര ഗായകൻ മരണപ്പെട്ടു. ആ മനുഷ്യന്റെ ശബ്ദം നിലച്ചപ്പോൾ സംഗീതത്തെ ഇഷ്ടപ്പെട്ടിരുന്നവരുടെ എല്ലാം ഹൃദയങ്ങൾ പെട്ടെന്ന് നിശബ്ദമായി പോയിരുന്നു. പകരം വെക്കാനാകാത്ത നിരവധി ഗാനങ്ങൾക്ക് ശബ്ദ സാന്നിധ്യം നൽകിയ റഫി അനശ്വരതയിലേക്ക് മടങ്ങിപ്പോയപ്പോൾ
ആ വിടവ് ഇന്നും നികത്താനായിട്ടില്ല. മുഹമ്മദ് റഫി മരിച്ച ദിവസം മുംബൈയിൽ നിർത്താതെ മഴ പെയ്യുകയായിരുന്നു. പ്രകൃതി അദ്ദേഹത്തിന് വിട ചൊല്ലിയത് അങ്ങനെയായിരുന്നു. പക്ഷേ കഴിയില്ല. നിന്റെ പാട്ടുകൾ കേൾക്കുമ്പോഴെല്ലാം നാം അറിയാതെ തന്നെ കൂടെ മൂളിപ്പോകും. അതെ, നിന്നെ നമുക്കൊരിക്കലും മറന്നു കളയാൻ കഴിയില്ല. മുഹമ്മദ് റഫി എന്ന അനശ്വര ഗായകന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണമിച്ചുകൊണ്ട് ഈ അനുസ്മരണ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ സജനു പണിക്കർ. നന്ദി, നമസ്കാരം.